എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്നിവിടെ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർക്ക് വേണ്ടിയുള്ള എൻ്റെ അറിവിലുള്ള അറിവ് ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകർന്നു നൽകുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലെ ആ ദേവതയുടെ ശിരസ് എന്ന് പറയുന്നത് ഗർഭഗൃഹമാണ്. അതുപോലെ തന്നെ മുഖം എന്ന് പറയുന്നത് അകത്തെ ബലിപടമാണ്. മുഖം ഭഗവാന്റെ. കഴുത്താണെങ്കിൽ മുഖമണ്ഡപമാണ്. കൈകളാണെങ്കിൽ നാലമ്പലമാണ്. വയറ് ഭാഗമെന്ന് പറയുമ്പോൾ പുറത്തെ പ്രദക്ഷിണ വഴിയാണ്. പിന്നെ മുട്ടുകളും കണങ്കാലുകളും പുറത്തെ ഗോപുരങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞിരുന്നാൽ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്ന ക്ഷേത്രത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഭഗവാന്റെ ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് അതറിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ ചെയ്യാനുള്ള ഒരു അറിവിന് വേണ്ടിയാണ് എന്നിവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ദേവതമാർക്ക് നമ്മൾ പ്രദക്ഷിണം ഇന്ന് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്താലും ഭഗവാൻ ഇഷ്ടം തന്നെയാണ്. ഭഗവാനൊന്നും നമ്മളിപ്പോൾ ഒരു പ്രദക്ഷിണം കൂടുതലോ കുറച്ചോ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ആരും ഒരു ഭഗവാന് നമ്മളോട് പ്രീതിയില്ലാതെ വരികയോ ഒന്നുമില്ല. എല്ലാം ഭഗവാൻ എല്ലാം നല്ലത് തന്നെയാണ് ഭഗവാൻ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഗണപതിക്ക് ഒരു പ്രദക്ഷിണമാണ്, സൂര്യന് 2 ശിവന് 3, അത് ദേവിക്കും 3 ചെയ്യാറുണ്ട്. പിന്നെ വിഷ്ണുവിന് 4, ശാസ്താവിന് 5, സുബ്രഹ്മണ്യ സ്വാമിക്ക് 6, ദുർഗാ ഭഗവതിക്ക് 7 ഈ പ്രദക്ഷിണ വീതി. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്ന ദിവസങ്ങൾ നവഗ്രഹങ്ങൾക്കാണ് ഞായറും, ശിവന് തിങ്കളും, സുബ്രഹ്മണ്യന് ദേവിക്കും ചൊവ്വയും, സരസ്വതിക്ക് ബുധനുമാണ്, വിഷ്ണുവിന് വ്യാഴമാണ്, ദേവി ഗണപതിക്ക് വെള്ളിയാണ്, ശാസ്താവിനും അയ്യപ്പനും ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ഒരു ദേവത നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, പക്ഷേ നമുക്ക് കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മൾ വിധിപ്രകാരം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹരി ഓം ഹരി ഓം ഹരി ഓം.